നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. രാഹു മാറ്റം വരാൻ പോവുകയാണ്. മകര രാശി കൂറുകാർക്ക് രാഹു 2-ലും കേതു 8-ലുമാണ് സഞ്ചരിക്കുന്നത്. ഏഴരാണ്ട ശനിയൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും പുരോഗതികളും തീർച്ചയായിട്ടും ശനിമാറ്റം കൊണ്ട് ഉണ്ട്. എന്നാൽ വേഴത്തിന്റെ മാറ്റം ഇത്തിരി മോശമാണെന്ന് പറഞ്ഞ് രാഹുവും കൂടി ഇപ്പോ 2-ലേക്ക് വരികയാണ്. കേതു 8-ലുമാണ്. 2025 മെയ് 18 മുതൽ 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെയാണ് രാഹു കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഇപ്പൊ ശനിയെപ്പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് രാഹു. അതുകൊണ്ട് മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും രാഹുവിന്റെ മാറ്റം വലിയ ദോഷകരമായിട്ട് ഭവിക്കില്ല. പല ശനി സ്വക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കു ധാന്യാഗമാനും സൗരിയും പ്രാപ്യ തടോഷ്ട പക്ഷി മഹിഷി വൃത്താങ്കനാവ്യാപ്തിയ എന്നും ഒക്കെ ആചാര്യന്മാര് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃഷി നാൽക്കാലി ഗുണം സോണി ഗ്രാമ പൂജ അധികാര ജനിത ഗ്രാമത്തിന്റെയും പുരത്തിന്റെയൊക്കെ പ്രവർത്തന രംഗങ്ങളിലെയും പല സ്ഥാപനത്തിന്റെയും ജോലിയുടെയും അധികാരിയായി തീരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ജോലിയും പൈസയും ഭാഗ്യവും അഭിവൃദ്ധിയും നേട്ടങ്ങളൊക്കെ കിട്ടും. രോഗങ്ങളൊക്കെ മാറി കിട്ടും. നല്ലതായിട്ട് വരും. എങ്കിലും 2-ല് രാഹു സഞ്ചരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ടാവും. ഏതിനൊക്കെ? വിദ്യ, കുടുംബം, ധനം. ഈ 3 കാര്യങ്ങൾക്ക് പരിശ്രമം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. വിദ്യ പഠിക്കണവരാണെങ്കിലും പഠിപ്പിക്കണവരാണെങ്കിലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ. പഠിക്കാൻ പോണവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്ത. പഠിപ്പിക്കാൻ പോണവർക്ക് സ്കൂളില് കുട്ടികളൊന്നും പഠിക്കണില്ല, പറഞ്ഞാൽ കേൾക്കണില്ല. പഠിപ്പിക്കുന്ന പിള്ളേർക്ക് സ്നേഹമില്ല. എന്നെ കൊണ്ട് ഈ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ തോന്നും. പിള്ളേരെ വഴക്ക് കൂടിയാൽ പിന്നെ അച്ഛനമ്മമാരുമായിട്ട് വരെ വഴക്കുണ്ടാക്കേണ്ടി വരും. ഒന്നും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അപ്പൊ പഠിക്കാൻ പോണവര് കോളേജായിരുന്നാലും സ്കൂളായിരുന്നാലും പിള്ളേരും ഒക്കെ ആയിട്ട് മയത്തിൽ പോകണം. ബന്ധുക്കളുമായിട്ടും മയത്തിലൊക്കെ പോകണം. കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കള്, ചെറുമക്കള്, അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാവരും ചേർന്നതാണ് കുടുംബം. അപ്പൊ കുടുംബ ബന്ധുക്കളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും പറ്റണില്ല. ഭർത്താവ് പറയും ഭാര്യയ്ക്ക് സ്നേഹമില്ല, ഭാര്യ പറയും ഭർത്താവിന് സ്നേഹമില്ല, പിള്ളേർ പറയും അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ല, അച്ഛനമ്മമാര് പറയും ഒരു ബന്ധുക്കൾക്കും ഞങ്ങളോട് സ്നേഹമില്ല. നിങ്ങളെ കുടുംബ ബന്ധങ്ങൾക്ക് ചെറിയ അകൽച്ച വരാനുള്ള യോഗമുണ്ട്. അത് മാത്രമല്ല, ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു പോണതല്ല, ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചു പോണതല്ല, ജോലിക്ക് വേണ്ടിയോ പഠിക്കാൻ വേണ്ടിയോ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്ന് താമസിക്കുന്നതിന് ഭാര്യ ഒരു രാജ്യത്ത്, ഭർത്താവ് ഒരു രാജ്യത്ത്, മക്കളൊരു രാജ്യത്ത്, ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ അകന്നു പോകും. അത് നിങ്ങളുടെ വാശി കൊണ്ടോ വിരോധം കൊണ്ടോ ബന്ധം വേണ്ട എന്നുള്ള ചിന്ത കൊണ്ടോ അല്ല. പലവർക്കും ജീവിത സാഹചര്യങ്ങൾ പല രീതിയിൽ അനുഭവപ്പെടുമ്പോൾ അവർ പല വഴിക്ക് പോകണം. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ലല്ലോ, അപ്പൊ ജോലി കളഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കും. അപ്പൊ ജോലി കളഞ്ഞാൽ ആ വരുമാനം ഇല്ലാതെ ജീവിത പ്രയാസങ്ങൾ കൂടും. അതുകൊണ്ട് നിങ്ങൾ കിട്ടണ ജോലി കളയരുത്. ഇപ്പം നമുക്ക് 3G 5G ഒക്കെ ഉള്ളത് കൊണ്ട് ഏത് രാജ്യത്തിരിക്കുന്നവരെയും കണ്ട് സംസാരിക്കാനും നയങ്ങൾ പ്രകടിപ്പിക്കാനും പറ്റും. അത്യാധുനിക വിമാന സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് 3 മാസം 6 മാസമൊക്കെ ആകുമ്പോൾ വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വരെയും പോവുകയും കാണുകയും സ്നേഹിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അകൽച്ച ഒരു പ്രശ്നമേ അല്ല എന്ന് വിചാരിച്ചോ. ധനം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ പൈസ വന്നാലും ആ പൈസ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റൂല. പൈസ ഇങ്ങനെ പലതിനും വേണ്ടി വാരി കോരി ചെലവഴിക്കും. കുടുംബത്തിന് വേണ്ടി, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വീട്ടിലുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടങ്ങളും കൂടെ വാങ്ങിച്ചു കൂട്ടും. ഇതാണ് 2-ല് രാഹു നിൽക്കുമ്പോൾ. അപ്പൊ വീട് വച്ച് വസ്തു വാങ്ങിച്ച് ജോലി കിട്ടി പൈസ കിട്ടി ഇതൊക്കെ മെച്ചം തന്നെ. കടവും അകൽച്ചയും ഇതൊക്കെ വരുമ്പം നമുക്ക് വിഷമം. അതുകൊണ്ട് വലിയ ഭാരിച്ച ബാധ്യതകള് മണ്ടയെടുത്ത് വയ്ക്കാതെ സൂക്ഷിക്കണം. പിന്നെ പൈസ മുതൽ മുടക്കിക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ബിസിനസ്
റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റുകൾ, ഗെയിമുകൾ, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. പൈസ കൊടുത്തുള്ള പദ്ധതികളൊക്കെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം. പൈസ കൊടുക്കാതെ നിങ്ങൾക്കൊരു അഡ്മിഷൻ വാങ്ങിക്കാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റും. പക്ഷേ ഒരു 50 ലക്ഷം രൂപ കൊടുത്താലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ വീട്ടുകാർ ചിലപ്പം വീടും സ്ഥലവും വിറ്റുറങ്ങി പഠിക്കാൻ വേണ്ടി വരും. 50 രൂപ പോലും കൊടുക്കാതെ നമ്മളെ നാട്ടിൽ ഒരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പോരെ. വിദേശത്ത് പോകണം. എവിടെ പഠിച്ചാലും ഭാഗ്യം തെളിഞ്ഞ നമുക്ക് രക്ഷപ്പെട്ടൂടെ. നമ്മളെ നാട്ടിലെല്ലാവരും വിദേശത്ത് പോയി പഠിച്ചവരാണ്. ഭയങ്കര മിടുക്കന്മാരായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നതല്ല. അപ്പൊ എവിടെ പോയാലും ഏത് രാജ്യത്ത് ജീവിച്ചാലും ഭാഗ്യം കിട്ടും, ഈശ്വരാനുകൂല്യം കിട്ടുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ഭാഗ്യം കിട്ടാനും ഈശ്വരാനുകൂല്യം കിട്ടാനും ഭഗവാനെ ഭജിക്കണം. അപ്പൊ ഇത് ഏത് ദേവനെ ഭജിച്ചാൽ നമുക്ക് ഗുണം കിട്ടും? സർപ്പദേവതകളെ ഭജിക്കണം. സർപ്പ ഭൂഷണമായിട്ട് ധരിച്ചിരിക്കുന്ന ശിവനെയും മഹാവിഷ്ണുവിനെയും മുരുകനെയും ദേവിയും ഒക്കെ നമ്മൾ ഭജിക്കുമ്പോൾ നമ്മളെ സർപ്പദോഷങ്ങളെ കൊണ്ടുള്ള വിഷമതകൾ മാറും. പിന്നെ സർപ്പദോഷം വരുമ്പോൾ നമുക്ക് ബാധകമായിട്ട് വരുമ്പോൾ ഈ ഓർത്തോ, ന്യൂറോ, ഗ്യാസ്ട്രോ, സൈക്കോ പ്രോബ്ലങ്ങളും വീഴ്ച, ഒടിവ്, അപകടം ഇതൊക്കെ ഉണ്ടാകും. മുട്ടുവേദന, നടുവേദന, വയറുവേദന, അസ്വസ്ഥതകളൊക്കെ രാഹു അനിഷ്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. അതിന് മരുന്നും മന്ത്രവും രണ്ടും വേണം. അതിലെന്തൊക്കെ മരുന്നാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഓർത്തോയ്ക്കുള്ള ചികിത്സകൾ വേണം, ഗ്യാസ്ട്രോയ്ക്കുള്ള ചികിത്സകൾ വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ സൈക്കോ എന്ന് പറയുമ്പോൾ ടെൻഷനാണ്. അതിനും ചികിത്സ വേണം. അത് ആദി എന്ന് പറയും. ചുമ്മാ ചെറിയ കാര്യത്തിന് വലിയ ടെൻഷൻ അടിക്കുന്നതാണ് ആദി എന്ന് പറയുന്നത്, സൈക്കോ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭ്രാന്തൊന്നും ഇല്ലെങ്കിലും ടെൻഷൻ കൂടാതിരിക്കാൻ മനസ്സിന് എപ്പോഴും ഫ്രീ ആയിട്ട് വിടുന്നു. അതുകൊണ്ട് നവഗ്രഹ പൂജ, സർപ്പപൂജ, ഈശ്വര പൂജയൊക്കെ ചെയ്ത് കേതു എത്തി നിൽക്കുന്ന കാലഘട്ടം. കേതുവിന് ഹേതു വേണ്ടെന്നാണ്. നിങ്ങളെ എവിടെ കൊണ്ടൊന്നും കുരുക്കാൻ പറ്റും, എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റും, എങ്ങനെ വേദനിപ്പിക്കാൻ പറ്റും എന്ന് പാര പണിയുന്ന അവസ്ഥയിൽ ശത്രുക്കൾ പെരുമാറും. അതുകൊണ്ട് എട്ടിന്റെ പണി നമുക്ക് കിട്ടുന്നതാണ് കേതു എട്ടിൽ നിന്നാണ്. അന്യത്ര മരണരോഗകരാം സദസ്യു മാന്തവും മൃദവും മൃദുകരോപി ഗുണേഷു സംസു. പാവഗ്രഹങ്ങളും മരണസ്ഥാനത്തേക്കും മരണമോ രോഗമോ ആപത്തുകളോ ഉണ്ടാവുന്നതാണ്. അപ്പൊ കേതു എട്ടി നിൽക്കുമ്പോൾ മരണം സംഭവിക്കുമെന്ന് പേടിക്കരുത്. മൃത്യുഞ്ജയ മന്ത്രം, മൃത്യുഞ്ജയ ഹോമമൊക്കെ ചെയ്യണം. മരണം എന്ന് വെച്ചാൽ പ്രായാധിക്യമുള്ളവർ ജാതകത്തില് കാലം തീർന്നിട്ടുള്ളവരൊക്കെ ചിലപ്പം മരിച്ചെന്നിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് ദീർഘായുസ്സുള്ള ജാതകമാണെങ്കിൽ മരണമൊന്നും സംഭവിക്കൂല. കേതു എട്ട് നിൽക്കുമ്പോൾ അപവാദം, കള്ളക്കേസുകൾ, ശത്രുക്കള്, ആളുകളെ സഹായിച്ച് നമുക്ക് വിഷമതകൾ എല്ലാം ഉണ്ടെങ്കിലും നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ചൊരു സന്തോഷം വരൂല. ചെറിയ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യണം. വാഹനങ്ങളൊക്കെ ഓട്ടിക്കുന്നത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബദേവന്മാർ, അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവനെ ഭജിക്കണം. ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷമതകൾ കുറഞ്ഞിരിക്കും. ദശാസന്ധി, കേതു ദശ, രാഹു ദശ, ശനിദശയൊക്കെ ആണെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ വരും. അതിന് നമ്മൾ നവഗ്രഹ പൂജ, മൃത്യുഞ്ജയോമം, സർപ്പപൂജ, ഈശ്വര പൂജ ഇതൊക്കെ ചെയ്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മളെ ജോലിയും അതേപോലെ വരുമാനങ്ങളും എട്ട് കേതു നിൽക്കുന്നതുകൊണ്ട് അപവാദങ്ങളും വിരോധങ്ങളും വരാതെ നമ്മളൊരു മയത്തിൽ നമുക്കൊരു കുരുക്കുണ്ടെങ്കിൽ ആ കുരുക്ക് മനസ്സിലാക്കി നമ്മൾ ക്ഷമിച്ച് സ്നേഹിച്ച് മയത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ പുലിയെ പോലെ നിൽക്കുന്ന ഒരാളും നമ്മളടുത്ത് വരുമ്പോൾ പൂജയെ പോലെ സംസാരിച്ച് സ്നേഹിച്ചു. നമ്മൾ ചെറിയ കാര്യത്തിനും വലിയ വിരോധം കാണിക്കണമെങ്കിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കൂടി വരും. അപ്പൊ നിങ്ങളുടെ രാഹുവിന്റെ 2 ശനിയുടെ വീട്ടിലുള്ള സഞ്ചാരം ഗുണങ്ങൾ കിട്ടുമെങ്കിലും അമിതമായ ചെലവുകളും അപവാദങ്ങളും അപകടങ്ങളും തടസ്സങ്ങളും ഉള്ളതാണ് ദോഷമായിട്ട് വരുന്നത്. അതിന് നമ്മൾക്ക് ഭക്തിയോടുകൂടി ജീവിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന സൂക്ഷിക്കണം. പിന്നെ കാലസ്ഥു രാഹു, കുളികസ്ഥ മൃത്യു, വിവാദകസ്ഥ യമകണ്ഠ. കാലൻ, രാഹു, കുളിയൻ, യമകണ്ഠൻ അതൊക്കെ നമ്മൾ ഉപദ്രവിക്കുന്ന ഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. ഇവിടെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം, വഴിപാട് ഇതൊക്കെ നടത്തിയാൽ നല്ലതാണ്. പക്ഷെ ദൂര രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് തൊഴുവാൻ വേണ്ടിയും വഴിപാട് നടത്താൻ വേണ്ടിയും വരാൻ പറ്റൂല. പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങളും എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി.
ജാതകം പരിശോധിക്കണമെങ്കിലും ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തന്ന നോക്കിത്തരാം. ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ രാഹുവിന്റെ മാറ്റം നിങ്ങൾക്ക് ഗുണ ദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും. പരിഹാരങ്ങളിലൂടെ ചെയ്താൽ പൂർണ്ണമായിട്ട് ഗുണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. കേതുവിന്റെ അപവാദങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ച് കുരുക്കുകളിൽ ചാടാതെ, വിഷമതകൾ വരാതെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാൽ നിങ്ങൾ പല കുരുക്കിനും കേസിൽ നിന്നും അപവാദങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.